ഇന്നിപ്പം നമുക്ക് കുറച്ച് വളം വെച്ച് കൊടുക്കാം. ഏത് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ താമരയ്ക്കോ ഒന്നുമല്ല, ഏത് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഗൺവില്ല ഉണ്ടല്ലോ, ബോഗൺവില്ലയുടെ കളേഴ്സൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിലുള്ളതിനെല്ലാം ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ പിടിച്ചു, ചിലതൊക്കെ പോയിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്കാണ് വച്ചേക്കുന്നത് കേട്ടോ, സ്പേസ് ഇല്ല, കണ്ടില്ലേ, ഇവിടം വരെ എത്തിക്കഴിഞ്ഞു നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നിരണ്ണുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെയുണ്ട്, ഇതുണ്ട്. അങ്ങനെ ഒരു 10-13 വെറൈറ്റിയോളം ടബിലോളം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിലെല്ലാം നമുക്കൊന്ന് വളം വെച്ച് കൊടുക്കാം. ചാണകപ്പൊടി മാത്രമാണ്. നമുക്ക് ഇവിടെ കിട്ടുന്ന ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ടയാണ് കേട്ടോ, ഇച്ചിരി കട്ടയാണ്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്തെ അലിഞ്ഞ് ഇതാവത്തുള്ളൂ. അപ്പം നമുക്ക് കുറേശ്ശെ നമുക്ക് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഓണമൊക്കെ കഴിയുന്ന സമയത്ത് നല്ല വെയിലാണല്ലോ, ആ ടൈമിലൊക്കെയാണ്, ഒക്ടോബർ നവംബർ ഡിസംബർ ആണെന്ന് തോന്നുന്നു, ആ സമയത്താണ് നമുക്ക് ബോഗൺവില്ലയെല്ലാം പൂത്ത് കിട്ടുന്നത്. പിന്നെ ഇത് നമുക്ക് ഇതിനും കൂടെ ഇട്ട് കൊടുക്കാമേ. വാടാമല്ലിയാണ്, വാടാമല്ലി ഇതിൻ്റെ കൂടെയാണ് നിർത്തിയിരുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ 2 കവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനങ്ങ് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതിലും കൂടെ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാത്തിലും കൂടി അങ്ങ് നേരം ഇട്ടിട്ട് നമുക്കങ്ങ് പോകാം. വെച്ചാൽ ചെണ്ടുമല്ലിയും ഇരിപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതിലും കൂടെയൊക്കെ അങ്ങ് ഇടാം, അടുത്തടുത്തിരിക്കുവാണ്. അപ്പോൾ അതിലേക്കും കൂടെ നമുക്ക് ഇട്ടങ്ങ് പോകാം. അപ്പം കുറച്ചേ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ ഞാൻ ചാണകപ്പൊടി. അപ്പോൾ അത് ആ സമയത്ത് അങ്ങ് അത്രയും ഉള്ളതങ്ങ് ഇട്ട് കൊടുത്തേക്കാം നമുക്ക്. ഇവിടെ നിന്നേ ഉണ്ട് കേട്ടോ, ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ പിടിച്ചത് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് ഇതെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ചിലതിൽ 2 പീസൊക്കെ നിൽപ്പുണ്ട്. അതിന് പതുക്കെ നമുക്കെടുത്ത് മാറ്റേണ്ടിയിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു ചട്ടിയിൽ 2 കളറാ എന്തെങ്കിലുമൊക്കെ ആയി പോകത്തില്ലേ. അതുകൊണ്ട് ഇന്നിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല. രാവിലെ ഒരു മഴ പെയ്തത് കാരണം ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പം ഇത്രയാണ്. ഇനി നമുക്ക് ചെണ്ടുമല്ലിയിലുമൊക്കെ വളവും എല്ലാം ചേർക്കാനുണ്ട്. കുറച്ചുകൂടെയൊക്കെ മണ്ണ് ആഡ് ചെയ്യാനുണ്ട്. അതിനി കുറച്ച് 2 ദിവസവും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാൻ വിചാരിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് ഇപ്പം കഴിയുന്നില്ല. ഇത് പനിയൊക്കെ വന്നതിന് ശേഷമൊക്കെ ഹെൽത്തൊന്നും നല്ല ശരിയല്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ ഉള്ളതിലെല്ലാം നമുക്ക് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല വെയിലുണ്ട്, താഴെയാണ് എല്ലാം ഞാൻ വച്ചിരുന്നത്. ഇപ്പോൾ ഓരോ ദിവസമായിട്ട് കുറേശ്ശെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചതാണ്. ഇനി പിടിക്കാത്ത കുറച്ച് പോട്ടുകളും കൂടെ അവിടെ ഉണ്ട്, വച്ചിട്ടുണ്ട്. അത് ഒന്ന് പിടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ബോഗൺവില്ല ആയാലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമല്ലോ, ഒത്തിരി കളറുകളൊക്കെ ഉണ്ടെങ്കിലേ. ഇതിപ്പോൾ ഒത്തിരി കളറൊന്നും കാണത്തില്ല, എൻ്റെ ഒരു 7-8 വെറൈറ്റി മാത്രമേ ഉള്ളൂ. അതിലിനി ഏതൊക്കെയാണ് പിടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഉള്ളതിലെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വെയിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പിടിച്ച് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് ചെണ്ടുമല്ലിയല്ല, ബോഗൺവില്ല. ബാക്കിയുള്ളതെല്ലാം കൂടെ ഇതിനകത്തും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ മണ്ണിട്ട് കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ. ചെണ്ടുമല്ലിയിലേ വീണ്ടും അതിന് വേരുകളാണ് പുറമേ കാണുന്നത്. അതുകൊണ്ട് ഇത്രയും തന്നെ മതി. പക്ഷേ ഇനി ഓരോ കവറുകളും കൂടെ കുത്തി കൊടുക്കേണ്ടതായിട്ട് ഇരിപ്പുണ്ട്. അത് ഇല്ലെങ്കിൽ ഇത് മറിഞ്ഞ് വീണ് പോകും. ഇതെല്ലാം അങ്ങ് വീണ് പോകും മിക്കവാറും. അപ്പം നമുക്ക് അതിനെല്ലാം ഇനി ഓരോ കമ്പുകളും കൂടെയൊക്കെ എടുക്കേണ്ടിയുണ്ട്. എടുത്ത് കുത്തി കൊടുക്കണം, എന്നാലേ അത് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പൂവും കൂടെ വരുന്ന സമയത്ത് അതങ്ങ് അതുകൊണ്ട് വീണ് പോവും. ഹൈറ്റ് വരുന്ന സമയത്ത് അങ്ങ് വീണ് പോവും. അതായത് ബോഗൺവില്ല നല്ല വളർന്നു കേട്ടോ, ഈ ഒരു ചെറിയ ചട്ടിയിലുള്ളത്. അതുകൊണ്ട് ആ ചെണ്ടുമല്ലി കൂടെയൊക്കെ ഹൈ പോകുന്നു. അങ്ങ് താഴെ കൊണ്ടുപോകണ്ട. അപ്പം കുറച്ചുകൂടെ ഇതുണ്ട്, ചാണകപ്പൊടിയേ ഉണ്ട്. അപ്പോൾ ഈ ഉള്ള എല്ലാത്തിലും കൂടി നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.